ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇതെന്ത് കഷ്ട ഉറക്കത് പറഞ്ഞതിനൊപ്പം ജീവനെന്തോ എടുത്ത് വലിച്ചെറിയ കൂടെ ചെയ്തു. പിന്നെ ശബ്ദമൊന്നുമില്ല. ആവണി ശ്വാസം അടക്കി പിടിച്ച് അടുക്കളയിൽ തന്നെ നിന്നു. ഇപ്പോൾ ജീവന്റെ മുന്നിലേക്ക് ചാടിക്കൊടുത്താൽ അമ്മയോടുള്ള ദേഷ്യമൊക്കെ തന്റെ നേർക്ക് തീർത്തു എന്ന് വരും. ആവണി പിന്നെ ചെവിയോർത്തെങ്കിലും അമ്മയുടെയും ജീവന്റെയും സംസാരം കേട്ടില്ല. അടുക്കള ജോലിയെല്ലാം തീർത്ത് കുളിയും കഴിഞ്ഞ് ആവണി മുറിയിലേക്ക് ചെല്ലുമ്പോൾ റൂമിനുള്ളിൽ തന്നെ സിഗരറ്റും പൂച്ചിരിക്കുന്നുണ്ട് ജീവൻ. റൂം അടച്ചിട്ടിരിക്കുന്നതിനാൽ പുകയാകെ നിറഞ്ഞിരിക്കുന്നുണ്ട്. പെട്ടെന്ന് പുകയേറ്റതിനാൽ ആവണി നന്നായി ചുമച്ചു തുടങ്ങി. അതുകൊണ്ട് രസം കയറിയ ജീവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടെ പുക ഊതി വിട്ടു. എന്താ ജീവ ഇത്? മനുഷ്യന് ശ്വാസം മുട്ടുന്നു. വലിക്കാന് പുറത്തെവിടെയെങ്കിലും പോയി വലിച്ചുകൂടെ? കുറച്ച് അസ്വസ്ഥയോടെ ആവണി ചോദിച്ചു. ഇല്ല, പുറത്തെവിടെയെങ്കിലും പോയി വലിക്കാൻ എനിക്ക് മനസ്സില്ല. ഇത് എന്റെ വീടാ, എന്റെ മുറിയും. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള പോലെ ഞാൻ വലിക്കും. നീ ആരുടെ ഇതൊക്കെ പറയാൻ? ചുവന്ന കണ്ണുകളോടെ ജീവൻ അലറിയപ്പോൾ ആവണിയുടെ ഉള്ളിൽ കിടുങ്ങിപ്പോയി. എന്നാലും ഉള്ളിലുള്ള കുഞ്ഞു ജീവനെ ഓർത്തപ്പോൾ അവൾ സ്വയം ശാന്തിയാവാൻ ശ്രമിച്ചു. താനിങ്ങനെ ഭയന്നാൽ തന്റെ കുഞ്ഞിനെ കൂടെ അത് ബാധിക്കും. ജീവ, അതിനിങ്ങനെ ചൂടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിന്റെ പുകയേൽക്കുന്നതിന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞിന് കൂടെ ദോഷമാണ് ജീവ. അതോർത്ത് പറഞ്ഞു പോയതാ. പരമാവധി സൗമ്യതയോടെ ആവണി അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിന്റെ ഒരു കുഞ്ഞ്! ജീവൻ പുച്ഛത്തോടൊന്ന് ചുണ്ടുകൂട്ടിയപ്പോൾ ആവണി ഒന്നും മിണ്ടാതെ ബെഡിലേക്ക് കയറി കിടന്നു. അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. തുടങ്ങിയാൽ പിന്നെ ഒന്ന് രണ്ടും പറഞ്ഞു തുടങ്ങും. ഇപ്പോൾ തീരെ വയ്യ. ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചു വന്നതാണ്. കണ്ണുകളടച്ച് കിടക്കുമ്പോഴും പുക ഉള്ളിലേക്ക് കയറുന്നുണ്ട്. മൂക്കും വായും പൊത്തി അവൾ അങ്ങനെ കിടക്കുമ്പോഴാണ് ജീവൻ വന്ന് അവളുടെ കാലിൽ ശക്തിയായി അടിച്ചത്. എടീ, എഴുന്നേറ്റടി! എന്താ ജീവ? കിടന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവൾ ആ കിടക്കൽ കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു. ആദ്യം കിടക്കിന്ന് എഴുന്നേക്കിടി! കാലിൽ ഒരു അടി കൂടെ കൊടുത്ത് ജീവൻ പറഞ്ഞപ്പോൾ ആവണി വേഗം എഴുന്നേറ്റു. അല്ലെങ്കിൽ ഇനി വേറെ എവിടേക്കെങ്കിലും ആയിരിക്കും അടിക്കാൻ പോകുന്നത്. സാധാരണ കിടക്കാൻ വരുമ്പോൾ കുറെ നാളായിട്ട് ഈ വക ശല്യമൊന്നും ഇല്ലാത്തതാണ്. മൊബൈലും കുത്തിപ്പിടിച്ച് സംസാരിക്കുക, ചാറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഇടി വാങ്ങിക്കൂട്ടാന്നല്ലാതെ വേറെ ഗുണമൊന്നും ഇല്ലാത്തതിനാൽ ആവണി ഇപ്പോൾ ഒന്നും ചോദിക്കാൻ നിൽക്കാറില്ല. കൊഞ്ചലും കുറുകലൊക്കെ കഴിഞ്ഞ് പാതിരാത്രിയിൽ എപ്പോഴും അടുത്തു വന്ന് കിടക്കുന്ന അറിയാറുണ്ടെങ്കിലും ആവണി ശ്വാസം അടക്കി പിടിച്ച് കിടക്കുകയാണ് പതിവ്. ഇന്നിപ്പോ എന്താണാവോ? നിന്നോട് ഞാനെന്ന് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? കുറെ നാൾ മുമ്പ് പറഞ്ഞതായതുകൊണ്ട് അബോർഷന്റെ കാര്യം ആവണി മറന്നുപോയിരുന്നു. എടി എടി, എന്നെ നീ വെറും സരസ്വതി പാടിക്കരുത്. നിന്റെ വയറ്റിൽ കുരുത്തിന് അബോർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ജീവൻ അങ്ങനെ പറഞ്ഞു. ആവണി പേടിയോടെ തന്റെ രണ്ട് കൈകൾ കൊണ്ട് പൊത്തി പിന്നിലേക്ക് നീങ്ങി നിന്നു. അത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ പറ്റില്ലാന്ന്. പിന്നെ നിന്നെ വീണ്ടും ചോദിക്കുന്നത്? അവൻ ഉപദ്രവിക്കുമെന്ന് നല്ല ഭയമുണ്ടെങ്കിലും വാ തുറന്ന് പറയാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി ആവണി പറഞ്ഞു. എടി മോളെ, അതൊക്കെ നീയാണോടി തീരുമാനിക്കുന്നത്? ജീവന്റെ കൈകൾ അവളുടെ രണ്ട് കവിളിലും അമർന്നു. ശക്തിയിൽ അവളെ പിടിച്ചു വലിച്ച് ചുമരിനോട് ചേർത്തു. തലയുടെ പിൻഭാഗം ചുമരിലടിച്ചപ്പോൾ പ്രാണൻ പോകുന്ന പോലത്തെ വേദന ആവണിക്ക് തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളെ തന്നെ നിന്നെ കൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകും. എന്നിട്ട് ഇതിനെ നശിപ്പിച്ച് കളയും ചെയ്യും. എതിർക്കാനാണ് ഭാവയ്ക്ക് അറിയാലോ എന്നെ. കവിളിൽ നന്നായി ഒന്നുകൂടെ അമർത്തി വലിച്ചെറിയുന്ന പോലെ അവളെ വിട്ട് ജീവൻ മുറി വിട്ട് പുറത്തേക്ക് പോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവന്റെ വാക്കുകളും പ്രവൃത്തികളും കൊടുത്ത ആഘാതത്തിൽ ചുമരോട് ചേർന്ന് ചാരി ആവണി അങ്ങനെ തന്നെ ഇരുന്നു. കുഞ്ഞിനെ കളയാനോ? അപ്പോ ആവണി തന്റെ വയറിലും തഴുകി. ഗർഭിണിയാണെന്ന് അറിഞ്ഞ മുതൽ ഒരമ്മയായി താൻ മാറിക്കഴിഞ്ഞിരുന്നു. ഇതിനു വേണ്ടിയാണ് ഇത്രയും നാൾ ഇവിടെ എല്ലാം കടിച്ചു പിടിച്ച് നിന്ന്. എന്നിട്ടിപ്പോൾ എന്റെ കുഞ്ഞിനെ കൊല്ലാനോ? ഇല്ല, സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ആവണി വാശിയോടെ തല വിലങ്ങനെയാട്ടി. അങ്ങനെ സമ്മതിക്കുന്നില്ലെന്ന് അവൾ തീരുമാനിച്ചെങ്കിലും ജീവന്റെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവൾക്ക് അറിയില്ലായിരുന്നു. നാളെ നേരം വിളിക്കട്ടെ, സുമതിയോടും സംസാരിച്ച് നോക്കാമെന്ന് അവൾ വിചാരിച്ചു. എത്രയായാലും ജീവന്റെ അമ്മയല്ലേ, ഒരു സ്ത്രീയല്ലേ. ചിലപ്പോൾ അവർക്കൊരു അലിവ് തോന്നി അവർ ജീവനോട് പറഞ്ഞു കുഞ്ഞിനെ കളയാതിരുന്നാലോ. അവളിൽ ചെറിയൊരു പ്രത്യാശ വിരിഞ്ഞു. എടി, നീ ഇതുവരെ റെഡിയായില്ലേ? 11 മണിക്ക് അപ്പോയിന്റ്മെന്റ്. വാ, ഇറങ്ങാൻ നോക്ക്. ആവണി രാവിലത്തെ പ്രാതലിന് ശേഷമുള്ള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുന്നിടയിലാണ് ജീവൻ വന്ന് പറഞ്ഞത്. ഹാളിൽ നിന്ന് TV കാണുകയായിരുന്ന സുമതിയും കേട്ടു ജീവൻ പറഞ്ഞത്. അവർ നേരെ ജീവന്റെ ആവണിയുടെ അടുത്തേക്ക് ചെന്നു. എങ്ങോട്ട് പോകുന്ന കാര്യമാടാ പറഞ്ഞേ? അത് കേട്ടപ്പോൾ ആവണി പ്രത്യാശയോടെ സുമതിയെ നോക്കി. ചിലപ്പോൾ കാര്യം പറഞ്ഞ അമ്മ സമ്മതിക്കില്ലായിരിക്കും. അമ്മയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കൊച്ചിനെ കളയുന്ന കാര്യം? അതിനുവേണ്ടി പോകുന്ന? ഓ, അതായിരുന്നോ? നിസ്സാരമടിയിൽ സുമതി പറഞ്ഞു കേട്ടപ്പോൾ ഇനി ഇവിടം കൊണ്ട് പ്രതീക്ഷിക്കാനുള്ള വകയൊന്നുമില്ലെന്ന് ആവണിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അത് കളഞ്ഞെന്ന പേരും പറഞ്ഞ് കുറേ ദിവസം കയറി കിടക്കാന്ന് വിചാരിക്കണ്ട. ആവണി നോക്കി സുമതി ഒന്ന് പല്ലടിച്ചു. അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ജീവൻ അവിടുന്ന് പോയി. ജീവൻ പോയപ്പോൾ അവസാന കച്ചിത്തുരും പോലെ ആവണി സുമതിയുടെ അരികിലേക്ക് ചെന്നു. അമ്മേ, ജീവനോടൊന്ന് പറയൂ, ഇപ്പൊ കുഞ്ഞിനെ കളയണ്ടെന്ന്. ഇതിനെ കൊണ്ട് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അമ്മ ഒന്ന് പറയൂ. നാണക്കേടിന്റെ അവസാനത്തെ പടയിൽ നിന്നുകൊണ്ട് ആവണി ചോദിച്ചു. എന്തൊരു ഗതികേടാ ഇത്. നീ ഒന്ന് പോയേ പെണ്ണെ. അവന് ഒരുപാട് കാര്യങ്ങളുള്ള, അതിനിടെ കുഞ്ഞും കൂടെ അവന്റെ തലതിരിഞ്ഞു പോകും. ഇതങ്ങ് പോട്ടെ, കുട്ടികളൊക്കെ ഇനിയും ഉണ്ടാവുമല്ലോ. സുമതിയുടെ സംസാരത്തിൽ വലിയ ദേഷ്യമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ ആവണി പിന്നെ അവിടെ പിന്നാലെ കൂടി. അമ്മ, ഈ കുഞ്ഞാന് ജീവൻ ഒരു കാലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നിർത്തടി!
ആവണിയെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ സുമതി അലറി. നിന്റെ വയറ്റിൽ കുരുത്തിന് അവനില്ലാതെ പിന്നെ നിന്റെ അച്ഛൻ വന്ന് ചെലവിനോട് കൂടി. നിന്നെ ഇവിടെ കൊണ്ടുകളിയുന്ന മര്യാദനെ അയാൾ ചെയ്തിട്ടില്ല. എന്നിട്ട് ബുദ്ധിമുട്ടില്ല എല്ലാവരും ഉണ്ടായിക്കോളും പോലും. സുമതിയുടെ ആ ചീത്ത വിളിയിൽ ആവണിയുടെ വാടഞ്ഞു പോയി. ഈ ക്രൂരായ സ്ത്രീ പ്രസവിച്ച മകനല്ലേ അയാൾ. രണ്ടാളിൽ നിന്ന് ദുഷ്ടത്തിലല്ലാതെ വേറൊന്നും പുറത്തേക്ക് വരില്ല. പിന്നെ അവൾക്ക് സുമതിയോട് ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നില്ല. പക്ഷെ എന്തു വന്നാലും തന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. എന്തായാലും ഹോസ്പിറ്റലിൽ പോകുമല്ലോ, ഡോക്ടറോട് സംസാരിച്ചു നോക്കാന്ന് കരുതി ആവണി ഇരുന്നു. 11 മണി ആവുന്നതിന് മുമ്പ് തന്നെ ജീവൻ ആവണിയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങി. കല്യാണം കഴിഞ്ഞതിന് ശേഷം വളരെ വിരളമായിട്ടേ ജീവനപ്പം ആവണി പുറത്തു പോയിട്ടുള്ളൂ. ഒന്നും മിണ്ട ആ പുറത്തേക്ക് നോക്കി അവൾ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. ഇതെന്താ ജീവ ഈ വഴി പോന്ന്? പതിയറ വഴിയാ പോവേണ്ടത്. താൻ സ്ഥിരം പോകുന്ന ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന വഴിയിലൂടെയല്ല ജീവൻ ഇപ്പോൾ പോകുന്നതെന്ന് മനസ്സിലാക്കി ആവണി പറഞ്ഞു. നീയല്ല, ഞാനാ പോകുന്ന വഴി തീരുമാനിക്കുന്നത്. വേറെ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത്. അവിടെ ഒരു വഴി കണ്ടുപിടിക്കല്. ജീവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആവണിക്ക് പിന്നെയും ആശങ്കയായി. താൻ ആദ്യം കാണിച്ചിരുന്ന ഡോക്ടറെ അടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടായിരുന്നു കാര്യങ്ങൾ പറയാമായിരുന്നു. ഇതിപ്പോൾ ആരാണ് എന്താണെന്ന് വെച്ചിട്ടാണ്. ടൗണിൽ നിന്ന് കുറച്ച് മാറി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോസ്പിറ്റലിന് മുമ്പിലാണ് ജീവന്റെ വണ്ടി വന്ന് നിന്നത്. അവളെയും കൂട്ടി ജീവൻ ഇറങ്ങി. ഒരു സ്ഥലത്ത് അവളെ കൊണ്ടിരുത്തിയതിന് ശേഷം ജീവൻ അവിടെ നിന്നും പോയി. സങ്കടം വന്ന് നെഞ്ചിൽ നിറയുന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അവളുടെ കൈകൾ വയറിലൂടെ ഒന്ന് വലം വെച്ചു. ഡോക്ടർ വിളിക്കും, ഞാനിപ്പോ വരാം. ജീവൻ അരികിൽ വന്നിന്ന് പറഞ്ഞപ്പോൾ ആവണി ദയനീയമായി അവനെ നോക്കി. ജീവ പ്ലീസ് ഒന്നുകൂടെ ആലോചിച്ച്. ഹോസ്പിറ്റലാണെന്ന് ഞാൻ നോക്കില്ല, മുഖടിച്ച് പരത്തിക്കളയും. നിന്നോടെല്ലാം പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് മര്യാദക്ക് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നോ? കുറച്ച് ശബ്ദമുയർത്തി ജീവൻ പറഞ്ഞപ്പോൾ ആവണി ഭയന്ന് മിണ്ടാതിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കോറിഡോറിന്റെ അരികിലൂടെ വിനീത് വരുന്ന ആവണി കണ്ടു. പോലീസ് യൂണിഫോമിലാണ്. അവൻ കാണാതെ മുഖം മറച്ചിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും വിനീത് അവളെ കണ്ടു കഴിഞ്ഞിരുന്നു. അവളുടെ ഭയന്ന് വിറച്ചുള്ള ഇരിപ്പും കരഞ്ഞിളങ്ങിയ മുഖമൊക്കെ കണ്ടപ്പോൾ വിനീത് അവളുടെ അരികിലേക്ക് വന്നു. ആ നിമിഷം തന്നെയാണ് ജീവൻ അവിടേക്ക് എത്തിയത്. വാ, നമ്മുടെ നമ്പരായിട്ടുണ്ട്. ജീവൻ പറഞ്ഞപ്പോൾ ആവണി വിനീതിനെ നോക്കി. ജീവന്റെ പുറകിലൂടെ പോയി. ജീവനെ കണ്ടപ്പോൾ വിനീത് പിന്നെ അവളോട് മിണ്ടാൻ നിന്നോമില്ല. ഡോക്ടർ ഹേമചന്ദ്രൻ. ഉള്ളിലേക്ക് കയറും വഴി അവൾ പുറത്തെ ബോർഡ് നോക്കി. ഒരു മെയിൽ ഡോക്ടറാണ്. സ്ത്രീ ആയിരുന്നെങ്കിൽ മനസ്സുറന്ന് സംസാരിക്കായിരുന്നു. ഇതിപ്പോ ഹേമചന്ദ്രന്റെ മുമ്പിൽ രണ്ടാളും ചെന്നിരുന്നു. ജീവന് വൈദേഹി പരിചയപ്പെടുത്തി കൊടുത്താണ് ഹേമചന്ദ്രനെ. വൈദേഹിയുടെ കൂട്ടുകാരി ഭാമയുടെ ചേട്ടനാണ് ഹേമചന്ദ്രൻ. കാര്യങ്ങളെല്ലാം ജീവൻ പറയുമ്പോഴും ആവണി മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. ഡോക്ടർ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ഓക്കെ, നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നുള്ളൂ, ഞാൻ വിളിക്കാം. ജീവനോട് ഡോക്ടർ പറഞ്ഞപ്പോൾ ജീവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. തലയും താഴ്ത്തിയിരിക്കുന്ന ആവണി അയാൾ കൗശലപൂർവ്വം നോക്കി. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? തല കുനിച്ചിരിക്കുന്ന ആവണിയോട് അയാൾ ചോദിച്ചു. മനസ്സുരുകിയിരിക്കായിരുന്ന ആവണിക്ക് ഡോക്ടറുടെ ചോദ്യം കേട്ടപ്പോൾ തന്റെ മുന്നിലേക്ക് ദൈവം ഇറങ്ങി വന്ന പോലെയാണ് തോന്നിയത്. ആ ഡോക്ടർ, എനിക്ക് പറയാനുണ്ട്. എന്റെ സമ്മതമില്ലാതെ ഈ അബോർഷന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞ അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഡോക്ടർക്ക് പുണ്യം കിട്ടും. ഓക്കെ, നിങ്ങൾ കയറിയാതിരിക്കുക, ഞാൻ അയാളോട് സംസാരിക്കാം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കുക. എന്നിട്ട് അയാൾ ഇങ്ങോട്ടേക്ക് വിടും. ഒരു മയവുമില്ലാതെ ഞാൻ ഡോക്ടറെ പറിച്ചില്ലെങ്കിലും അന്നേരം ആവണി ഒന്നും കാര്യമാക്കിയില്ല. എങ്ങനെയെങ്കിലും തന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു അവളുടെ ആഗ്രഹം. അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. ആരോടോ ഫോൺ ചെയ്ത് ചിരിച്ചുകൊണ്ടെന്ന ജീവനെ അവൾ തോണ്ടി വിളിച്ചു. ജീവേട്ടാ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. അവളെ ഒന്ന് സംശയത്തോടെ നോക്കിയ ശേഷം ജീവനകത്തേക്ക് കയറിപ്പോയി. ആവണി ദീർഘനിശ്വാസത്തോടെ കസേരയിലേക്ക് ഇരുന്നു. വെറുതെ പുറത്തേക്ക് കണ്ണു വായിച്ചപ്പോൾ കണ്ടു വിനീതിന്റെ പോലീസ് ജീപ്പ് ഗേറ്റ് അടന്ന് പുറത്തേക്ക് പോകുന്നു. അകത്തേക്ക് കയറിയ ജീവൻ ഡോക്ടറുടെ മുന്നിലേക്ക് ഇരുന്നു. അയാളുടെ മുഖത്തെ ഗൗരവഭാവം കണ്ടപ്പോൾ ജീവൻ എന്തോ പന്തികേട് തോന്നി. എടോ വൈദേഹി പറഞ്ഞുകൊണ്ട് മാത്രം തന്റെ ഈ കേസ് ഞാൻ ഏറ്റെടുത്തത്. അതോ അവള് ചോദിക്കുന്ന പണം തരാമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ടിപ്പോ കണ്ടില്ലേ? തന്റെ കയ്യിലിരുന്ന പേന ഹേമചന്ദ്രൻ ദേഷ്യത്തോടെ ടേബിളിലേക്ക് ഇട്ടു. അത് കണ്ടപ്പോൾ ജീവന്റെ മുഖത്ത് പരിഭ്രാന്തി പരന്നു. എന്താ ഡോക്ടർ, അബോർട്ട് ചെയ്ത് കളയാൻ അവൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ? എന്ത് കുഴപ്പമായാലും സാറില്ല, അതങ്ങ് കളഞ്ഞേക്ക്. അവൾക്ക് വരുന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. എടോ അതൊന്നുമല്ല പ്രശ്നം. ആ പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചാ. ആ തന്നോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ് അവളുടെ ഉള്ളിലുള്ള എന്താണെന്ന് അറിയാം. അവളെന്നോട് പറഞ്ഞെന്താണെന്നറിയോ? അവൾക്ക് സമ്മതമില്ലാതെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എടോ താൻ എന്നെ പെടുത്താനുള്ള പരിപാടിയാണോ? ഇമാതിരി കേസുകളൊക്കെ വന്നാൽ പണ്ടത്തെ പോലെ ഒന്നല്ല പെട്ടുപോകും. ഞാൻ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. പിന്നെ അവസാനം പുലിവാല് പിടിക്കേണ്ടി വരും. ഇപ്പം ഇന്ത്യ ലൈവ് പോക്കാണ് എല്ലാണ്ണം കൂടെ. ഇന്നാളൊരെണ്ണത്തിൽ നിന്ന് ഊരി വന്നേ ഉള്ളൂ. താൻ എന്നെ വെറുതെ കുഴിച്ചടിക്കരുത്. താനിപ്പോ ഭാര്യയും കൂടി വീട്ടിൽ പോ. എന്നിട്ട് അതിന്റെ സമ്മതമൊക്കെ വാങ്ങിയോ? അപ്പൊ ഞാനിത് അങ്ങ് കളഞ്ഞുതരാം. മനുഷ്യന്റെ സമയം എനിക്കെടുത്താനായിട്ട് ഓരോന്ന് പോന്നോളും. വൈദ്യം ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. ഡോക്ടറെ സംസാരം കേട്ടപ്പോൾ ജീവൻ തന്റെ തൊലിയെരിയുന്ന പോലെ തോന്നി. ആവണി ഇപ്പോൾ തന്റെ കയ്യിൽ കിട്ടിയാൽ പിടിച്ചു കൊല്ലാനുള്ള ദേഷ്യവും. അതിന്റെ അപ്പുറം ഡോക്ടർ അവസാനം പറഞ്ഞ വാചകവും അവന്റെ മനസ്സിൽ കിടന്ന് കറങ്ങി. വൈദ്യയെ വിളിക്കുമെന്ന് എങ്ങാനും ഇത് അവൾ അറിഞ്ഞാൽ. ഒരു വിധത്തിലാണ് പെണ്ണിനെ കൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ ഇതും കൂടി അറിയേണ്ട താമസേ ഉള്ളൂ. അവൾക്ക് പിണങ്ങാൻ. പിന്നെ അത് മതി. സോറി ഡോക്ടർ, ഞാൻ എൻ്റെ ഭാര്യയെ പറഞ്ഞ് തിരുത്തിക്കോളാം. എന്നിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വന്നേക്കാം. ശരി ശരി. വൈകുന്നേരം ബുദ്ധിമുട്ടാണ്, ഓർമ്മയിൽ വെച്ചോ. തന്റെ കണ്ണടിയൊന്ന് നേരെ വെച്ചുകൊണ്ട് ഹേമചന്ദ്രൻ ധൃതിയിൽ തലവിൽക്കി പറഞ്ഞപ്പോൾ ജീവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ജീവൻ വരുന്ന കാത്തിരിക്കുകയായിരുന്നു ആവണി.
അവൻ വരുന്നതും തന്നെ രൂക്ഷമായി നോക്കുന്നു. പുറത്തേക്ക് വേഗത്തിൽ പോകുന്നതും കണ്ടപ്പോൾ ആവണി അവന്റെ പുറകെ വേഗത്തിൽ നടന്നു. സാരമില്ല, എത്ര ദേഷ്യം കാണിച്ചാലും കുഴപ്പമില്ല, സഹിച്ചോളാം. ഡോക്ടർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടാവും. അതായിരിക്കും പുറത്തേക്ക് പോയത്. അവൾ ചെല്ലുമ്പോഴേക്കും ജീവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കഴിഞ്ഞിരുന്നു. അവളും വേഗത്തിൽ കാറിലേക്ക് കയറി. ആവണി കയറിയതും ജീവൻ പറപ്പിക്കുന്ന വേഗത്തിൽ കാർ ഗേറ്റിന്റെ പുറത്തേക്ക് എടുത്തു. പിന്നീടുള്ള യാത്രയും വളരെ വേഗത്തിലായിരുന്നു. അത്യധികം ഭയത്തോടെ ആവണി വീടെത്തോളം പ്രാർത്ഥനയോടെ ഇരുന്നു. ഭയങ്കര ശബ്ദത്തോടെ കാർ വീടെത്തിയപ്പോഴാണ് ആവണിയുടെ ശ്വാസം നേരെ വീണത്. പക്ഷെ അതിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. ജീവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് ആവണിയുടെ അടുത്തുള്ള ഡോർ തുറന്ന് ആൾ വലിച്ച് പുറത്തേക്ക് ഇറക്കി. വാടിയുടെ, നീ എന്തൊക്കെയാണ് ഡോക്ടറോട് പറഞ്ഞു കൊടുത്തത്? ഇന്ന് നിന്റെ അവസാനം അടി. ജീവേട്ടാ, ഞാൻ ആവണി എന്തോ പറയാൻ പോയതും ജീവന്റെ കയ്യിൽ നിന്ന് അപ്പോൾ തന്നെ അവൾ മുഖത്തേക്ക് തുരുതുര അടി വീണ് കഴിഞ്ഞിരുന്നു. അടുക്കളയിലെ വേസ്റ്റുകൾ, ചെടിച്ചട്ടികളിൽ ചെടികൾക്ക് വളമായിടാൻ വന്നായിരുന്നു മേഘയുടെ അമ്മ ഗീത. അപ്പോഴാണ് പുറത്തുനിന്നുള്ള ഈ മേളം ഗീത കാണുന്നത്. ജീവൻ ആവണിയെ വഴക്കൊക്കെ പറയുന്നവർക്കറിയാം. ഇടയ്ക്കൊക്കെ പല പൊട്ടിത്തെറികൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കേട്ടിട്ടുമുണ്ട്. പക്ഷേ സുമതിയുമായി വഴക്കിടുന്ന കാരണം അങ്ങോട്ടേക്കൊന്നും അന്വേഷിക്കാൻ ഇതുവരെ പോയിട്ടില്ല. എങ്കിലും ഇങ്ങനെയുള്ള ആക്രമണം അവർ ആദ്യമായിട്ടാണ് കണ്ണിൽ കണ്ടത്. മറ്റെല്ലാം മറന്ന് കൈയുള്ള കവറൊക്കെ വലിച്ചെറിഞ്ഞ് അവർ ഗേറ്റ് തുറന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി. അവരെത്തുമ്പോഴേക്കും ജീവൻ ആവണിയെയും വലിച്ചിഴച്ച് അകത്തേക്ക് കയറിയിരുന്നു. പുറത്തുനിന്നുള്ള ബഹളം കേട്ടപ്പോൾ അപ്പോഴേക്കും സുമതിയും ഹാളിലേക്ക് വന്നിരുന്നു. എന്താടാ, എന്താ ഉണ്ടായത്? കൊച്ചിനെ കളയാൻ പോയിട്ടെന്താ പറ്റിയില്ലേ? എങ്ങനെ പറ്റാനാ? ഈ കള്ളി ഡോക്ടറോട് നുണയൊക്കെ പറഞ്ഞു കൊടുത്തതിനെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. അയാൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ഇവൾ പറഞ്ഞല്ല എന്നോട് പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഞാൻ അഴിയണേണ്ടി വന്നേനെ. അത് കേട്ടപ്പോൾ സുമതി കഷ്ടം വെച്ച് നിന്നു. എടി ഭയങ്കരി, പാല് എന്ന കഴിക്കാൻ കൊത്താൻ നോക്കുന്നോ? നിന്നെ പറഞ്ഞാ മതിയടാ. തലി കയറ്റി വെച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ? അവസാനം അവൾ തന്നിഷ്ടത്തിന് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു. അവിടെ കള്ളക്കരച്ചിൽ കണ്ടില്ലേ? കള്ളി. എരിതിയിൽ അല്പം എണ്ണ കൂടെ സുമതി ജീവന് പകർന്നു കൊടുത്തു. ആവണിയാണെങ്കിൽ ഇത്രയൊക്കെ ചീത്തവിളി കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നിന്ന് കരയുകയാണ്. ആ ഡോക്ടർ ഇങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് വിചാരിച്ചില്ല. വേദനിക്കുന്ന കവിളും പൊത്തി മുറിയിലേക്ക് അടക്കാൻ പോകുമ്പോഴാണ് ജീവൻ അവളെ പുറകിൽ നിന്നും പിടിച്ചു വലിച്ച്. നിന്റെ ഒരു ഗർഭം ഞാൻ കാണിച്ചിരാടി. അവൻ പറഞ്ഞ് ജീവൻ ആവണിയുടെ വയർ ലക്ഷ്യമാക്കി തന്റെ കാലുയർത്തി ഒരു ചവിട്ട് കൊടുത്തു. അമ്മേ! കൃത്യം വയറു തന്നെ ചവിട്ടുകൊണ്ട് ആവണി വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചു. എന്താണ് പട്ടി നീ ആ കൊച്ചിനെ കാണിച്ച്? ഓടിക്കതച്ച് വന്ന ഗീത ഉറക്കെ ജീവനെ ചീത്ത വിളിച്ചപ്പോഴാണ് സുമതിയും ജീവനും ഗീതയെ കാണുന്നത്. അവരുടെ പെട്ടെന്നുള്ള ഓടിവരവിൽ സുമതിയും ജീവനൊന്ന് വിളറിപ്പോയി. മോളെ ആവണി, എന്തിനാണ് ഈ മോളെ ഇവന്മാരുടെ കൂടി ഇത്രയും നാൾ നിന്ന്? നിനക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവായിരുന്നില്ലേ? ഗീത ഉറക്കെ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഏതൊരമ്മയുടെയും കരൾ വിളർക്കുന്ന കാഴ്ചയായിരുന്നു അത്. വേദന കൊണ്ട് വയറിൽ പൊത്തി കുനിഞ്ഞിരുന്ന അവൾ ഗീതയെ ദയനീയമായി നോക്കി. അവളുടെ മുഖമാകെ വിയർപ്പൂടിയുന്നു, വയറിൽ കൈകൾ അമരുന്നു. ഗീത പേടിയോടെ കണ്ടു. മോളെ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? വെപ്രാളം കൊണ്ട് ഗീതയ്ക്ക് എന്തു പറയണമെന്ന് അറിയാതെയായി. അമ്മായി, എനിക്ക് തീരെ വയ്യ. ദൈവളേക്കാകെ നനവ് പറയുന്ന പോലെ. ആൾ വയറിനതായ കൈകൾ കൊണ്ട് തൊട്ട് കാണിച്ചു. ഗർഭിണിയാണ്. ഗീതക്കുള്ളിൽ എന്തൊക്കെയോ ഭയം തോന്നി. മോളെ എങ്ങനെയെങ്കിലും എഴുന്നേക്കാൻ നോക്ക്. അമ്മായി ആശുപത്രി കൊണ്ടുപോവാം. പറ്റുന്നില്ല അമ്മായി, എഴുന്നേൽക്കുന്ന പോയിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. വീർത്ത് കുളിച്ച് അവൾ കരയുന്ന കണ്ടപ്പോൾ ഗീത അവളെ പതുക്കെ എഴുന്നേൽപ്പിക്കാൻ നോക്കി. നിങ്ങളിത് എന്തോന്നാ ചേച്ചി കാണിക്കുന്നത്? അവിടെ നാട്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പൊക്കോളും. ആ ഒരു വെറുതെ താങ്ങാൻ നിൽക്കുന്നു. ഉള്ളിൽ ഇത്തിരി പേടി തോന്നിയെങ്കിലും സുമതി ഗീതയുടെ അരികിൽ ചെന്ന് പറഞ്ഞു. എടി മഹാഭാവി, ഈ കൊച്ചിനെ കൊല്ലാൻ നോക്കിയിട്ട് നാട്യമാണ് പോലും. നീക്കൊരു പെണ്ണ് തന്നെയല്ലേടി? ഗീത സുമതിയുടെ നേരെ നോക്കി സീറി. നിങ്ങളിത് എന്തോന്നാ പെണ്ണും പിള്ളേ? എന്റെ വീട്ടുകാർ വന്നിട്ട് എന്നെ ചീത്ത പറയാൻ നിൽക്കുന്നോ? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ നോക്കുന്നുണ്ടോ? അവിടെ കിടി, എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നീ മുന്നിൽ നിന്ന് മാറിക്കോ. ഒരു പെൺകൊച്ചിനെ കൊല്ലാക്കൊല ചെയ്ത് തള്ളയുമോര് നോക്കി നിൽക്കുക. അപ്പോഴേക്കും രാഘവൻ എവിടുന്നോ ഓടി വന്നു. വഴിയിൽ കൂടെ പോയ ആരോ ഒരാൾ ജീവൻ ആവണി അടിക്കുന്ന കണ്ടിട്ട് രാഘവനോട് ചെന്ന് വിവരം പറയുകയായിരുന്നു. എന്താ അവിടെ? വീടിനുള്ളിൽ ഗീതയും വീണെടുക്കുന്ന ആവണിയും കണ്ടപ്പോൾ അയാൾക്ക് എന്തോ പന്തികേട് തോന്നി. രാഘവ, ഇവൾക്ക് തീരെ വയ്യ. നീ ഒരു വണ്ടി വിളിക്ക്, നമുക്ക് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോവാം. ആവണിയെ പതുക്കെ താങ്ങിക്കൊണ്ട് ഗീത പറഞ്ഞപ്പോൾ രാഘവൻ കാര്യം എന്താണെന്ന് പോലും തിരക്കാതെ പുറത്തേക്ക് ഓടിപ്പോയി. സുമതിയും ജീവനും പരസ്പരം നോക്കി. മോളെ, കണ്ണുറക്ക്. തന്റെ കയ്യിൽ നിന്ന് പതുക്കെ കണ്ണടഞ്ഞു പോകുന്ന ആവണിയുടെ കവിളിൽ പതിയെ തട്ടിക്കൊണ്ട് ഗീത പറഞ്ഞു. പക്ഷെ അവൾക്ക് കണ്ണുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടഞ്ഞിരിക്കുകയാണെങ്കിൽ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഗീതക്കാകെ ഭയം തോന്നി. അപ്പോഴേക്കും രാഘവൻ ഒരു വണ്ടിയും വിളിച്ച് അങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. ഗീതയും രാഘവനും കൂടെ ആവണിയെ പിടിച്ച് താങ്ങിക്കൊണ്ട് വണ്ടിക്കുള്ളിലേക്ക് കയറി. അപ്പോൾ ഗീത കാണുന്നുണ്ടായിരുന്നു ആവണിയുടെ ഡ്രസ്സിൽ പടർന്ന ചോരയുടെ ചുവപ്പ് നിറം. എന്റെ ഈശ്വര, ഒരു കുഴപ്പവും സംഭവിക്കല്ലേ? അവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ക്ലാസ് ഇല്ലാത്തതിനാൽ അമ്മവും അപ്പവും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഗേറ്റിന്റെ അപ്പുറത്ത് നിന്ന് തന്നെ അവരോട് ഗീത ഉറക്കെ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് വണ്ടിക്കുള്ളിലേക്ക് കയറി. വണ്ടി നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി. കനത്ത വെളിച്ചം കണ്ണിലേക്ക് അടിക്കുന്ന പോലെ വളരെ പ്രയാസപ്പെട്ട ആവണി കണ്ണു തുറന്നു. തൊണ്ടയാകെ വറ്റി വരളുന്ന പോലെയുണ്ട്. അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. താനിപ്പോൾ എവിടെയാണ്? അവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. തൊട്ടുമേലെ സീലിംഗ് ഫാന് കറങ്ങുന്ന ചുറ്റും വെള്ള നിറത്തിലുള്ള ചുവരുകൾ മാത്രം. അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പതിയെ ഓർമ്മകൾ വന്നപ്പോൾ അവൾ ഉറക്കെ കരഞ്ഞു.
അവളുടെ ശബ്ദം കേട്ടപ്പോൾ ഒരു കർട്ടൻ വകഞ്ഞു മാറ്റി നേഴ്സ് ഓടി വന്നു. മോളെ കരയല്ലേ, മോൾ കുഴപ്പമൊന്നുമില്ല, എന്റെ കുഞ്ഞി. ചുണ്ടുകൾ വിറച്ചുകൊണ്ട് അവളൊരു നേഴ്സിനെ നോക്കി പറഞ്ഞപ്പോൾ അവരുടെ മുഖം പതിയെ മങ്ങി. ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. അവരുടെ ആ മുഖഭാഗത്തിൽ നിന്ന് പെട്ടെന്നുള്ള പോക്കിൽ നിന്ന് ആവണി പതിയെ കാര്യം മനസ്സിലാക്കി. അവൾ തന്റെ വയറിൽ പതിയും തൊട്ടു. ചെറുതായി ഉന്തിന്നിരുന്ന വയറിപ്പോൾ താഴ്ന്നിരിക്കുന്നു. ഈശ്വര, എന്റെ കുഞ്ഞ്. നെഞ്ചുപൊട്ടി ആവണി ഉറക്കെ കരഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.